Welcome to CSIR ARF NET examination classes. General aptitude, common for 5 streams: physical science, chemical science, mathematical science, computer science, and life science. General aptitude, class number 16, lesson number 8. Lesson 8, class number 16, profit and loss. The topic of discussion today is profit and loss. ലാഭവും നഷ്ടവും. There is a simple formula in profit and loss problems, and I shall read it. Let us find a profit formula and loss formula. The profit or gain, profit is also known as gain. The profit or gain is equal to selling price minus cost price. Sell price we can write as SP and cost price we can write as CP. വിറ്റ വില വാങ്ങിയ വില SP minus CP. Selling price minus cost price. That is the profit or gain. Loss is cost price minus selling price. വാങ്ങിയ വില മൈനസ് വിറ്റ വില, അതാണ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാഭം എന്താണ്? ലാഭം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം വിറ്റ വില കൂടുതലായിരിക്കും, നഷ്ടമുണ്ടാകുമ്പോൾ വിറ്റ വില കുറവായിരിക്കും. ഇനി അത് പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫോർമുല ആയിട്ട് പറയുമ്പോൾ നമ്മൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, ലോസ് ഈസ് കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അതൊരു പെർസെൻറ്റേജ് ഫോർമുലയിൽ പറയുകയാണെങ്കിൽ profit percentage is equal to profit into 100 by CP. Loss percentage, loss into 100 by CP. എപ്പോഴും ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജും അതുപോലെ തന്നെ നമ്മൾ ലോസ് പെർസെൻറ്റേജും കാണുന്നത് CPയിലായിരിക്കും, കോസ്റ്റ് പ്രൈസിലായിരിക്കും. വാങ്ങിയ വിലയിലാണ് ലാഭവും നഷ്ടവും ശതമാനം കണ്ടുപിടിക്കുക. വാങ്ങിയ വിലയിൽ വേണം. കോസ്റ്റ് പ്രൈസ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർസെൻറ്റേജ്. Profit percentage is equal to profit into 100 by CP. Loss percentage is equal to loss into 100 by CP. CP stands for cost price. And here we begin problems. Some multiple choice questions. All are simple, but you should have some practice to do these type of problem. There should be some practice. A shopkeeper earns a profit of 12% on selling a book at a 10% discount on the printed price. The ratio of the cost price and the printed price of the book is: a shopkeeper earns a profit of 12% on selling a book at a 10% discount on the printed price. The ratio of the cost price and the printed price of the book is: ഒരു ബുക്ക് സെല്ലർ അയാൾ 12% പ്രോഫിറ്റ് ഒരു ബുക്ക് വിൽക്കുകയാണ്. പക്ഷെ അത് 10% അതിൻ്റെ ആ ബുക്കിലെ പ്രിൻറ്റഡ് പ്രൈസ് ഉണ്ടല്ലോ, മാർക്കറ്റ് പ്രൈസ് സംഭവമുള്ള വില, അതിൽ നിന്ന് 10% കുറച്ചാണ് വിൽക്കുന്നത്. അപ്പോൾ അതിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ആ മാർക്കറ്റ് പ്രൈസിനേക്കാൾ 10% കുറച്ച് വിൽക്കുമ്പോഴും അയാൾക്ക് 12% ലാഭമുണ്ട്. എങ്കിൽ എന്താണ് ദ റേഷ്യോ ഓഫ് ദി കോസ്റ്റ് പ്രൈസ് ആൻഡ് ദ പ്രിന്റഡ് പ്രൈസ് ഓഫ് ദി ബുക്ക് ഈസ്? അപ്പോൾ ഈ അതിൻ്റെ ചിലവായ തുകയും അതുപോലെ തന്നെ പ്രിന്റഡ് പ്രൈസ്, വാങ്ങിയ വിലയും പ്രിന്റഡ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് ചോദ്യം. A 45:56, B 45:51, C 47:56, D 47:51. ചോദ്യത്തിലേക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ആൻസർ എ ആണ്. ആൻസർ 45:56 ആണ്. ലെറ്റ് us see the solution of the problem. അപ്പോൾ എപ്പോഴും മിക്കവാറും പ്രോബ്ലത്തിൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് എക്സ് എന്നോ അല്ലെങ്കിൽ 100 എന്നോ എടുക്കുക. ഇപ്പോൾ സിമ്പിളായിട്ട് ഉള്ള പ്രോബ്ലം ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 100 എന്നെടുക്കുകയാണ് എളുപ്പം. അല്ലെങ്കിൽ എക്സ് എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ എത്ര പെർസെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് ആണ് മിക്കവാറും കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, അത് 100 എന്നോ എക്സ് എന്നോ അസ്യൂം ചെയ്യാം. ഈ പ്രോബ്ലത്തിൽ കോസ്റ്റ് പ്രൈസ് 100 എന്ന് വിചാരിച്ചാൽ മതി. സെല്ലിംഗ് പ്രൈസ് വിറ്റ വില 12% പ്രോഫിറ്റിലാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ നമ്മൾ 12% പ്രോഫിറ്റ് കൂട്ടണം. ഇപ്പോൾ 100 പ്ലസ് 12% ഓഫ് 100, വാങ്ങിയ വിലയുടെ 12%. 12% 12 ആണല്ലോ, ഈ 100ൻ്റെ 12% 12 ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 112 റുപ്പീസാണ്.
ഈ 112 റുപ്പീസിന് വിൽക്കുമ്പോൾ അയാൾക്ക് പിന്നെ 10% പ്രോഫിറ്റ് ഉണ്ട്. ഇഫ് ദി മാർക്കറ്റ് പ്രൈസ് ഇസ് എക്സ്, ദെൻ 90% ഓഫ് എക്സ് ഈസ് 112. അതായത് 10% ലാഭം ഉണ്ടെങ്കിൽ ഇത് വെറും 90% ആകാൻ പാടുള്ളൂ. ഇത് 112 എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിൻ്റെ 90% ആയെങ്കിൽ മാത്രമേ 10% ലാഭം കിട്ടുകയുള്ളൂ. ഇഫ് ദി മാർക്കറ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് ഈസ് എക്സ്, ദെൻ 90% ഓഫ് എക്സ് ഈസ് 112. 90% എന്ന് പറഞ്ഞാൽ എന്താണ്? 90/100 ആണ്. 90/100 ആണ് 90% ഓഫ് എക്സ്. അത് 112 ആണ്. അപ്പോൾ എക്സ് എന്തായിരിക്കും? എക്സ് ഈസ് 112 ഇൻറ്റു 100/90. നമ്മൾ ആ 90%നെ ഫ്രാക്ഷൻ ആക്കുക. അപ്പോൾ 90/100 എന്ന് പറയും. 90/100 എക്സ് ഈസ് ഈക്വൽ 112 ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 112 ഇൻറ്റു 100/90. 90 അതാണ് മാർക്കറ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്. ഇത് പ്രിൻറ്റഡ് പ്രൈസ്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1120/9 എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ റേഷ്യോ കാണാനുള്ളതുകൊണ്ട് അത് ഡിവൈഡ് ചെയ്ത് പിന്നെ സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്ക് ഡെസിമലായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് റേഷ്യോ കാണാനുള്ള പ്രോബ്ലമാണ്. അതുകൊണ്ട് എക്സ് അതുപോലെ തന്നെ ഇട്ടാൽ മതി. ഫ്രാക്ഷനായി കീപ്പ് ചെയ്യാം. ലെറ്റ് us keep x as a fraction. That is 1120/9 rupees. Here is required ratio. Required ratio of cost price is to in the printed price. That is 100 is to 1120/9. Here we can multiply by 9. That is 900 is to 1120. We can cancel by 20 throughout. Ratio means by, ratio by the common factor will cancel. So we get 45 is to 56. That is the answer. The option is A. Now we can see next problem. By selling a bicycle for rupees 2850, a shopkeeper gains 14%. If the profit is reduced to 8%, then the selling price will be. ഇപ്പോൾ 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റാൽ ഷോപ്പ് കീപ്പറിന് 14% ലാഭമുണ്ട്. ഇനി ഇത് 8% ലാഭം മതിയെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 2850 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 14% ലാഭമുണ്ട്. 8% ലാഭം മതിയെങ്കിൽ ഏത് പ്രൈസിന് വിൽക്കണം എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ₹2600, ഓപ്ഷൻ ബി ₹2700, സി ₹2800, ഡി ₹3000. So let us see the answer. Answer is option B, 2700. You see the solution. The cost price, we usually assume the cost price X. അപ്പോൾ അത് കോസ്റ്റ് പ്രൈസ് എക്സ് ആണെങ്കിൽ 14% ലാഭത്തിലാണ് വിൽക്കുന്നത്. അപ്പോൾ വിറ്റ വില എക്സ് പ്ലസ് 14% ഓഫ് എക്സ്, ദാറ്റ് ഈസ് 2850. 14% is 14/100 into x. So x plus 14/100 into x is equal to 2850. For simplification, you write 14x/100 is 0.14. X plus 0.14 x is equal to 2850. 1.14 x is equal to 2850. And that terms will cancel. We get x is equal to 2500. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത് എക്സ് ആണ്. അത് കിട്ടുന്നത് 2500 ആണ്. ഇനി 8% പ്രോഫിറ്റ് മതിയെങ്കിൽ എന്ത് വിലയ്ക്ക് വിൽക്കണമെന്നാണ് അടുത്ത ചോദ്യം. 8% ലാഭം മതിയെങ്കിൽ എന്ത് വിലയ്ക്ക് വിൽക്കണം? Now selling price when profit remains 8%, that is 2500 plus 8% of 2500. That is equal to 2700, because 8% of 2500 is 8 into 2500/100. That is 200. So the value is 2700. So that is the answer. Answer is marked as 2700. Option B, 2700.
And this method has a shortcut. Shortcut method. You see, CPF bicycle, cost price of bicycle, 100 by 140 into 28500, that is rupees 2500. Therefore, sale price of 8%. 100 2500 ആണെങ്കിൽ 108 എത്ര? അതാണ് 100 എന്ന് പറയുന്നത് 2500 ആണെങ്കിൽ 108 എത്ര? Answer is 2700. We can do this problem by this shortcut method. Shortcut is enough. So you read and think more about it. Next problem. A sells an article to B at a profit of 10% and B sells the article back to A at a loss of 10%. In this transaction, A neither loses nor gains. B makes a profit of 11%. A makes a profit of 20%. B loses 20%. ഇവിടെ എ എന്നൊരാൾ ബിക്ക് ഒരു വസ്തു, ഒരു ആർട്ടിക്കിൾ, ഒരു പേനയോ ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു ബുക്ക് വിൽക്കാൻ വയ്ക്കുക. എ എന്നൊരാൾ ബിക്ക് ഒരു പേന വിൽക്കുകയാണ്. എന്ത് ലാഭത്തിലാണ്? 10%. കുറച്ച് കഴിഞ്ഞ് ബി അത് തിരിച്ച് അതേ സാധനം തന്നെ എക്ക് കൊടുക്കുകയാണ്, 10% നഷ്ടത്തിൽ കൊടുക്കുകയാണ്. ഈ ട്രാൻസാക്ഷനിൽ ആർക്കാണ് ലാഭം അല്ലെങ്കിൽ ആർക്കാണ് നഷ്ടം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എ എന്ന ആൾ ബിക്ക് 10% പ്രോഫിറ്റിൽ ഒരു ആർട്ടിക്കിൾ വിൽക്കുന്നു. ബി എന്ന ആൾ എക്ക് തിരിച്ച് 10% നഷ്ടത്തിൽ ആർട്ടിക്കിൾ വിൽക്കുന്നു. ഈ കച്ചവടത്തിൽ അതേ ആർട്ടിക്കിൾ വിൽക്കുന്നു. ഈ കച്ചവടത്തിൽ ആർക്കാണ് ലാഭം, ആർക്കാണ് നഷ്ടം എന്നുള്ളതാണ് ചോദ്യം. എ neither loses nor gains. B, A makes a profit of 11%. A makes a profit of 20%. B loses 20%. You see the answer. Option B, that is A makes a profit of 11%. അതെങ്ങനെ നമുക്ക് നോക്കാം. A makes a profit of 11% നോക്കുക. Let cost price was 100 for A originally. അപ്പോൾ എയുടെ വില, വാങ്ങിയ വില അയാൾ 100 രൂപയ്ക്ക് വാങ്ങിയാണെന്ന് വിചാരിക്കുക. A sells article to B at a 10% profit. So cost price for B. ഇപ്പോൾ ബിക്ക് ബി വാങ്ങിയ വില അതെന്താണ്? 100 plus 10% of 100. 10% of 100 is 10 equal to 110. Now B sells it again with a loss 10%. B അത് 10% കുറച്ച് വിൽക്കുകയാണ്. So now the CP for A this time. അത് തിരിച്ച് എ വാങ്ങുമ്പോൾ എയുടെ CP കോസ്റ്റ് പ്രൈസ് എന്താണ്? വാങ്ങിയ വില എന്താണ്? 110 നിന്ന് ആ 110ൻ്റെ 10% കുറക്കണം. 110ൻ്റെ 10% 11. അത് കുറക്കുമ്പോൾ 99 എന്ന് കിട്ടും. അപ്പോൾ എയുടെ കോസ്റ്റ് പ്രൈസ് ഇപ്പോൾ 99 ആയിരുന്നു. സോ എ മേക്സ് എ പ്രോഫിറ്റ്. ആദ്യം അയാൾ വിറ്റത് എത്രയാണ്? 110 വിറ്റത്. ഇപ്പോൾ വാങ്ങിയത് എത്രയാണ്? 99 വാങ്ങിയത്. അപ്പോൾ 11% ലാഭം. അപ്പോൾ ഈ ലാഭം എപ്പോഴും കാണുന്നത് നമ്മൾ ഒറിജിനൽ കോസ്റ്റ് പ്രൈസിലാണ്. സോ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഫോർ എ 100 എന്ന് പറയുന്നത് 100 ആണല്ലോ, 100 വേണം. അപ്പോൾ 100% 100 ആണ്. അപ്പോൾ ഈ ലാഭം 11 rupees എത്ര പെർസെൻറ്റ് ആണ്? അത് 11%. അപ്പോൾ എ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 11%. എ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 11% ഈസ് ദി ആൻസർ. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് മെത്തേഡ് കൂടി നമുക്ക് വേണമെങ്കിൽ കാണിക്കാവുന്നതാണ്. ഇറ്റ് കുഡ് ബി ഈസിലി ഷോൺ ബൈ നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഗ്രാഫിക്. അപ്പോൾ നമുക്ക് നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഒരു ഗ്രാഫിക് പിക്ചറിലൂടെ കാണിക്കാം. എയുടെ 100 ആണ് ആദ്യം മുടക്കം. 10% പ്രോഫിറ്റ്, അപ്പോൾ 110. അത് ബിയുടെ പ്രൈസാണ്, ബിയുടെ കോസ്റ്റ് പ്രൈസാണ്. ബി 10% ലോസിൽ വയ്ക്കും, ഇപ്പോൾ 99. അത് എയുടെ പുതിയ കോസ്റ്റ് പ്രൈസാണ്. അപ്പോൾ ആദ്യം എ വിറ്റത് 110 ഇപ്പോൾ അയാൾ തിരിച്ചു വാങ്ങിയത് 99. ഇൻ ദിസ് ട്രാൻസാക്ഷൻ എ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 110 minus 99, 11 rupees. That is 11%. 10% on selling to B and 1% profit on buying back from B. അങ്ങനെ 11% അയാൾക്ക് ലാഭം കിട്ടും.
Next question. A person sold a horse at a gain of 15%. Had he brought it 45% less and sold it for rupees 600 less, he would have made a profit of 32%. The cost price of the horse was. Read it again. A person sold a horse at a gain of 15%. ഒരാളൊരു കുതിരയെ വിൽക്കുകയാണ് 15% ലാഭത്തിൽ. Had he brought it for 25% less and sold it for rupees 600 less, he would have made a profit of 32%. ഈ കുതിര ഇയാൾ ഒരു 25% കുറച്ച് വാങ്ങുകയും 600 രൂപ കുറച്ച് വിൽക്കുകയും ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ലാഭം 32% ഉണ്ടാകുമായിരുന്നു. The cost price of the horse was. ക്വസ്റ്റൻ ഒന്ന് ശരിക്കും മനസ്സിലാക്കുക. ഒരു കുതിരയെ വാങ്ങിയ ഒരാൾ വിൽക്കുകയാണ്. വിൽക്കുന്നത് 15% ലാഭത്തിലാണ്. ഇയാൾ തന്നെ ഈ കുതിരയെ വാങ്ങിയതിൻ്റെ 25% കുറച്ച് വിലയ്ക്ക് വാങ്ങുകയും 600 രൂപ കുറച്ച്, അത് പെർസെൻറ്റേജ് അല്ല രൂപയാണ്, 600 രൂപ കുറച്ച് 600 റുപ്പീസ് ലെസ്സിൽ വിൽക്കുകയും ചെയ്താൽ ഇയാൾക്ക് 32% ലാഭമുണ്ടാകുമായിരുന്നു. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ഹോഴ്സ് വാസ്. എങ്കിൽ ഈ കുതിരയുടെ കോസ്റ്റ് പ്രൈസ് അയാൾ വാങ്ങിയ വില എത്രയാണ്? rupees 3750, B rupees 3250, C rupees 2750, D rupees 2250. You look, let the original cost price rupees 6. കുതിരയെ ആദ്യം വാങ്ങിയ വില എക്സ് എന്ന് വിചാരിക്കുക. ഹെൻ സെൽ പ്രൈസ്, ഇയാൾ വിൽക്കുന്ന വില 15% ലാഭത്തിലാണ് വിൽക്കുന്നത്. എക്സ് പ്ലസ് 50% ഓഫ് എക്സ്. 50% ഓഫ് എക്സ് ഈസ് 15 ഇൻറ്റു എക്സ് ബൈ 100 ആണല്ലോ. അപ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് 115 എക്സ് ബൈ 100 എന്ന് കിട്ടും. അതിൽ ഒരു 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 23 എക്സ് ബൈ 20 അത്ര റുപ്പീസ്. 23 എക്സ് ബൈ 20 റുപ്പീസ്. ഇതാണ് സെൽ പ്രൈസ്. ന്യൂ സി പി, പുതിയ സി പി, ഇയാൾ 25% കുറച്ച് വാങ്ങിയിരുന്നെങ്കിൽ, അപ്പോൾ ന്യൂ സി പി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 25% എക്സ്. എക്സ് മൈനസ് 25% എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 25/100 ഇൻറ്റു എക്സ്. അപ്പോൾ അത് 75/100 എക്സ് കിട്ടും. അത് 25 ക്യാൻസൽ ചെയ്യുമ്പോൾ 3x/4. അതാണ് ന്യൂ സി പി. ആ ന്യൂ സി പിയിൽ വാങ്ങിയിട്ട് ഇയാൾ 32% ലാഭം കിട്ടണം. അയാൾ 600 രൂപ കുറച്ച് കൊടുക്കുമ്പോഴാണ് 32% ലാഭം കിട്ടണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആ 32% ലാഭം കൂട്ടി നോക്കാം എത്ര കിട്ടും. പുതിയ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ 32% ലാഭം. അപ്പോൾ 3x/4, 32% ഓഫ് 3x/4. അപ്പോൾ 32 ഇൻറ്റു 3x/100 ഇൻറ്റു 4 ആണല്ലോ. അപ്പോൾ 3x/4 പ്ലസ് 32/100 ഇൻറ്റു 3x/4 നമുക്ക് കൂട്ടുമ്പോൾ അത് കിട്ടുന്നത് 99x/100 എന്ന് കിട്ടും. ഒന്ന് കൂട്ടി നോക്കാം, എഴുതി കൂട്ടി നോക്കണം. 32 ഇൻറ്റു 3, അപ്പോൾ 3x/4 പുറത്തെടുക്കണം. അകത്ത് നമുക്ക് 1 എന്ന് കിട്ടും. പിന്നെ ഒരു 0.32 കിട്ടും. 1.32, 3/4 ഇൻറ്റു 1.32. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 99x/100 എന്ന് കിട്ടും. അതൊരു കാൽക്കുലേഷൻ വേണം അവിടെ. അതായത് കാൽക്കുലേറ്റ് നോക്കി 3/4x പ്ലസ് 32%, അത് 0.32 ഇൻറ്റു 3x/4. 3x/4 കോൺ ഫാക്ടർ 1 പ്ലസ് 0.32, 1.32. അപ്പോൾ 1.32 ഇൻറ്റു 3x/4 എന്ന് പറഞ്ഞാൽ അത് 99x/100 തുല്യമായിരിക്കും. അതാണ് ന്യൂ സെൽ പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. അപ്പം ഇത് ഈ 23x എന്ന് പറയുന്ന സംഖ്യ ഉണ്ടല്ലോ ആദ്യത്തെ, അതിൽ നിന്ന് 600 രൂപ കുറച്ച് കൊടുത്താലാണ് ഈ 99x/100
പിന്നെ 100 കിട്ടേണ്ടത്. ആദ്യമുള്ള സെൽ പ്രൈസായ 23/x/20 നിന്ന് 600 രൂപ കുറച്ച് കൊടുക്കുമ്പോഴാണ് ഈ 99x/100 കിട്ടേണ്ടത്. ഈ 32% ലാഭത്തിലുള്ള 99x/100 കിട്ടേണ്ടത്. എന്ന് പറഞ്ഞാൽ 23x/20 നിന്ന് ഈ പുതിയ സെൽ പ്രൈസായ 99x/100 കുറച്ചാൽ നമുക്ക് 600 രൂപ കിട്ടണം. ആദ്യമുള്ള സെൽ പ്രൈസിൽ നിന്ന് ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസായ 99x/100 കുറച്ചാൽ 600 കിട്ടണമെന്ന് അർത്ഥം. അപ്പോൾ അത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 100 ആണ് അവിടെ LCM. മുകളിൽ 5 × 23 115 × x മൈനസ് 99x, അത് 600 ആണ്. പിന്നെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ കുറച്ചാൽ ഒരു 16x കിട്ടും. ആ 600 × 100, അപ്പോൾ x is equal to 600 × 100/16 ₹3750. That is the answer. Answer is A. $3750. Next problem. If a man were to sell his chair for ₹720, he would lose 25%. To gain 25%, he should sell it for. ഒരാൾ അയാളുടെ കസേര വിൽക്കുകയാണ് ₹720. അതിന് വിറ്റാൽ ഇയാൾക്ക് 25%, 25% ലോസ് ഉണ്ടാകും, നഷ്ടമുണ്ടാകും. 25% ലാഭം വേണമെങ്കിൽ എന്ത് വിലയ്ക്ക് ഇയാൾ ഈ കസേര വിൽക്കണം? If a man were to sell his chair for ₹720, he would lose 25%. To gain 25%, he should sell it for. അപ്പോൾ 720 വിറ്റാൽ നഷ്ടമാണ്, 25% നഷ്ടമാണ്. ലാഭം വേണം. അപ്പോൾ അതിന് എത്രയ്ക്ക് വിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 4 ചോയ്സ് ഉണ്ട്. ₹1,200, ₹1,000, ₹960, ₹900. Let us see the answer. Option A. Answer is A, ₹1,200. You see the solution. Let the cost price of the chair is X. Therefore, selling price X minus 25% of X. 25% is 0.25x. 25% of x is 0.25x. So x minus 0.25 is 0.75. That is 75x in the RHS, and that is 720. So x is equal to 720 by 0.75. On division we get a 960. So cost price is ₹960. ഇനി 25% ലാഭം കിട്ടാൻ എന്ത് വിലക്ക് വിൽക്കണം എന്നുള്ളതാണ്. So to gain 25%, the new selling price should be 960 plus 25% of 960. That is ₹1,200. That is the answer. അതിന് ഷോർട്ട് കട്ട് നമുക്ക് ചെയ്യാം. CP of chair, cost price of chair is equal 100/75 into 720. കാരണം നഷ്ടം 25% ആണല്ലോ. അപ്പോൾ 75% എന്ന് പറയുന്നത് 720 ആണെങ്കിൽ 100ന് എത്ര? ഈ 75 is equal to 720. Then what is 100? Which is ₹960. To gain 25%, selling price is equal to 100 is 960. So 125 is what? It is 1,200. Next question. A man sold 2 chairs at ₹1,200 each. On one he gained 20% and on the other he
he lose LOSC മതി. He loses 20%. Or his loss 20%. His gain or loss in the whole transaction is, a man sold 2 chairs at 1,200 each. On one he gained 20%, and on the other he lost 20%. His gain or loss in the whole transaction is, ഒരാളൊരു കസേര, 2 കസേരയാണ് വിൽക്കുന്നത്, ഓരോന്നും 1200 രൂപ വെച്ചാണ് വിൽക്കുന്നത്. ഒന്നിലേക്ക് 20% ലാഭം കിട്ടും, രണ്ടാമത്തിൽ 20% നഷ്ടം വരും. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം കച്ചവടത്തിൽ ഇയാൾക്ക് ലാഭമോ നഷ്ടമോ എത്ര? 1% ലോസ്, 2% ലോസ്, 4% ലോസ്, 15 ഗെയിൻ, ₹15 ഗെയിൻ എന്നാണ് അവിടെ പെർസെൻറ്റേജിൽ. അതുകൊണ്ട് റുപ്പീസ് ആയിരിക്കും 15 ഗെയിൻ. ലെറ്റ് us see the answer. Answer is C. That is 4% loss. 4% loss. അപ്പം അത് ചെയ്യാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല വെച്ചാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, അല്ലാതെയും ചെയ്യാം, രണ്ടിടത്തും ചെയ്യാം നമുക്ക്. ഇൻ ദ കേസ് വെയർ ലോസ് ആൻഡ് ഗെയിൻ പെർസെൻറ്റേജ് ഇസ് കോമൺ, നഷ്ടവും ലാഭവും ഒരുപോലെ ആണെങ്കിൽ, ഓൺ സെയിം സെല്ലിംഗ് പ്രൈസ് ഓൾവൈസ് എ ലോസ് ഇൻകേഴ്സ് ഇൻ ടോട്ടൽ ഡീൽ. ഇപ്പോൾ ഈ വാങ്ങുന്നതും വിൽക്കുന്നതും ഒരേ പെർസെൻറ്റേജ് ലാഭവും നഷ്ടത്തിലാണെങ്കിൽ അതിൻ്റെ എപ്പോഴും നഷ്ടമായിരിക്കും. അങ്ങനെ ഒരേ 2 ആർട്ടിക്കിൾ നോക്കി ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? അപ്പോൾ ഒരേ വിലയ്ക്കാണ് വിൽക്കുന്നത്, ഒന്നിന് 20% ലാഭം, മറ്റേ 20% നഷ്ടം. അപ്പം അങ്ങനെ വരുന്ന കേസിൽ ഈ മൊത്തം ട്രാൻസാക്ഷനിൽ എപ്പോഴും നഷ്ടമായിരിക്കും ഇത്തരം കേസിൽ. അതാണ് നമ്മൾ എഴുതുന്നത്. ഇൻ ദ കേസ് വെയർ ലോസ് ആൻഡ് ഗെയിൻ പെർസെൻറ്റേജ് ഈസ് കോമൺ ഓൺ സെയിം സെല്ലിംഗ് പ്രൈസ്, ഒരേ സെല്ലിംഗ് പ്രൈസിൽ ഈ ഗെയിൻ പെർസെൻറ്റേജ് ലോസ് പെർസെൻറ്റേജും സെയിം ആണെങ്കിൽ, ഓൾവേസ് എ ലോസ് ഇൻ കേസ് ആണെങ്കിൽ എപ്പോഴും നഷ്ടമുണ്ടാകും ഇൻ ടോട്ടൽ ഡീൽ. This can be calculated by a shortcut formula: loss on total deal, common loss or gain percentage by 10 the whole square. അതാണ് ഫോർമുല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 20% ആണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം. ബൈ 10 ഇൻറ്റു സ്ക്വയർ നമുക്ക് കിട്ടുന്ന 4%. 4% നെറ്റ് ലോസാണ്. അപ്പോൾ അത് നേരിട്ട് കാണുന്ന ഫോർമുല ഇതാകട്ടെ. ആ ഫോർമുല പഠിച്ചാൽ നമുക്ക് ചെയ്യാം, അല്ലാതെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. Our usual method. It can be also calculated through graphic calculation method, graphic change method. 100 equal to 20% gain. 100 അതിൽ 20% equal to അല്ല 20% gain എന്ന് പറഞ്ഞാൽ മതി. 100 then becomes 20% gain. That is 120. 100 with 20% gain gives 120, and 120 with 20% loss gives 96. കാരണം 120ൽ നിന്ന് 20% ലോസ് നമ്മൾ കുറച്ചാൽ അത് 80%. 120യുടെ 80% കാണുമ്പോൾ 96 കിട്ടുന്നത്. അപ്പോൾ 100 രൂപ മുടക്ക് ആദ്യം 20% ലാഭം നഷ്ടമുണ്ട്. അപ്പോൾ അവസാനം വരുന്നത് നമുക്ക് 96. അപ്പോൾ 4 രൂപ നഷ്ടമാണ്. 4 100ആയതുകൊണ്ട് പെർസെൻറ്റേജ് പറയാം, 4% നഷ്ടമാണ്. സോ ലോസ് 4%. ആ 100 became 96. ഫോർമുല വെച്ചും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എ മാൻ സോൾഡ് 2 chairs at 1,200 each. On one he gained 20%, and on the other he lost 20%. His gain or loss in the whole transaction is, answer we have seen 4% loss. The method is, this is the solution method. In the case where loss and gain percentage is common on same selling price, always a loss incurs in total deal. And this can be calculated by a shortcut formula: loss
On total deal, common loss or gain percentage by 10 the square. ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആൾട്ടർനേറ്റീവ് മെത്തേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. That is all with your 16th lecture on general aptitude. Thank you very much.